മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാടാ. ദ ഫൈനൽ മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഇവിടെ 1 2 3 4 ബ്യൂട്ടൈൻ ഉള്ള ബ്യൂട്ട് 1 ഐൻ അയാളെ NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ CH3CH2Br ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ മക്കളെ നിങ്ങൾക്കറിയാം ഈ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അസിഡിക് ഇൻ നാച്ചർ. അതുകൊണ്ട് തന്നെ NaNH2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ NaNH2 NH2 മൈനസ് എന്ന് പറയുന്ന ബേസ് ഇതിലുള്ള അസിഡിക് ഹൈഡ്രജനെ ക്യാച്ച് ചെയ്യും. അപ്പൊ അത് അമോണിയ ആയിട്ട് ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുന്ന് H+ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആനിയോൺ ഫോം ചെയ്യും. ആ ആനിയോണിനെ Na+ റീപ്ലേസ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ ഫോം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് CH3 CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CNA. റെഡിയാണ്? ഇതിൽ Na+ ആനയോണും അവൈലബിൾ ആണ്. റെഡിയാ? ഇയാളാണ് നെക്സ്റ്റ് സ്റ്റെപ്പില് CH3CH2Br റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുക ഒരു ആൽക്കൈൽ ആലൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൽക്കൈൽ ആലൈഡിന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ആനയോൺ ഇതാ വരുന്നു, Br- ലീവ് ചെയ്യുന്നു. അങ്ങനെയാണ് Br- പകരം ഈ ഒരു ആനിയോൺ ബോണ്ട് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റുമോ? യെസ്, ഇറ്റ് ഈസ് CH3 CH2 ആണ്. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH3 എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. റെഡിയാണോ? ഓക്കെ, ക്ലിയർ ആണ്? ഞാൻ സ്ട്രക്ചർ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C, അതിന്റെ മുകളിൽ ആര് ജോയിൻ ആവും? CH2 CH3 ജോയിൻ ആവും. അതാണ് ഓപ്ഷൻ 1 കാണിച്ചിട്ടുള്ളത്. സോ 1 is the right answer.